സണ്ണി ജോസഫ് പുതിയ KPCC പ്രസിഡൻ്റായിട്ട് സ്ഥാനമേൽക്കുകയാണല്ലോ. അദ്ദേഹം കഴിഞ്ഞ ദിവസം NSS ആസ്ഥാനം സന്ദർശിച്ച് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറിനെ നേരിട്ട് കണ്ടു എന്നാണ് കേൾക്കുന്നത്. എന്താണ് ഈ സന്ദർശനത്തിന് പുറകിലെ ഉദ്ദേശം? എല്ലായിടവും തിണ്ണ നിരങ്ങി വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതായിരിക്കും ശരി. അവിടെ പോയില്ലേ പാണക്കാട് കുടുംബത്തിലായിട്ട് പോയില്ല. അതിനിടയ്ക്ക് ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വെച്ച് സാദിഖലിയെ കാണുകയുണ്ടായി. അങ്ങോട്ടേക്ക് പോകാനിരിക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും ആദ്യം ഗണപതിയെ വന്ദിക്കണം എന്ന് പറയുന്നത് പോലെ സാദിഖലി തങ്ങളെ പാണക്കാട് നമസ്കരിച്ചിട്ടാണ് ഈ സണ്ണി ജോസഫിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ പോയപ്പം ഷാഫി പറമ്പിലില്ല കൂടെ കേട്ടോ. PC വിഷ്ണുനാഥുണ്ട്. PC വിഷ്ണുനാഥ് NSSന് വളരെ വേണ്ടപ്പെട്ട ആളാണല്ലോ. അല്ല, നല്ല നായരായിരിക്കും അല്ലേ? അടൂർ പ്രകാശിനെ കൊണ്ടുപോകാത്ത എന്താ? അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആണല്ലോ. അല്ല, UDF കൺവീനർ അടൂർ പ്രകാശിനെ കൊണ്ടുപോകാത്ത എന്താ? അപ്പോൾ അതെന്താ അങ്ങനെ മാറ്റി നിർത്തുന്നത്? അപ്പോൾ PC വിഷ്ണുനാഥിനെ മാത്രം കൊണ്ടുപോയി. ഷാഫി പറമ്പിൽ ഉണ്ടല്ലോ, ഷാഫി പറമ്പിലെ അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഇവർ 3 പേരും. അതെ. അപ്പം ജാതി സമവാക്യങ്ങളെല്ലാം ഒത്തുവന്നു. അനിൽകുമാർ ദളിതിൽ നിന്ന് വരുന്നു, ഷാഫി പറമ്പിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നു, സണ്ണി ജോസഫ് ക്രിസ്ത്യനാണ്, വിഷ്ണുനാഥ് ഹിന്ദു നായരാണ്. അപ്പോൾ പിന്നെ അന്ന് തന്നെ വിഷ്ണുനാഥിനെ മാത്രമായിട്ട് കൊണ്ടുപോവുക അല്ലേ? ഒരു നായർ വേണം കൊണ്ടുപോയി, വേറൊരു നായര് ആരെ എവിടെ കയറ്റണമെന്ന് കോൺഗ്രസിന് അറിയാം. അതാ. ഇനി അവിടെ പോയതിൻ്റെ വല്ല പ്രയോജനവും ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല. ഈ സുകുമാരൻ നായരൊക്കെ കുറച്ചൊക്കെ കോൺഗ്രസിൽ നിന്ന് അകന്നിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. ഇടയ്ക്ക് പറയുകയുണ്ടായി, വളരെ പണ്ട് തൊട്ടേ NSS പറയുന്നത്, അതായത് NDP ഒക്കെ രൂപീകരിച്ച് സാറിന് അറിയാലോ ആ ചരിത്രം. K കരുണാകരൻ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി, അവർ മന്ത്രിയെ മാറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുകിലുകൾ നടന്നതാണ്. മന്ത്രി NSS പറയുന്നത് അനുസരിക്കുന്നില്ല, മന്ത്രി രാമേന്ദ്രൻ നായർ അങ്ങേരുടെ വഴിക്ക് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അന്ന് തൊട്ട് NSS സമദൂരമാണ് പാലിക്കുന്നത്. അതെല്ലാ തവണയും സണ്ണി ജോസഫിനോടും സമദൂരമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പറയുന്ന ഈ സമദൂരത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാടങ്ങ് മാറി. സമമില്ല, ഇപ്പം വളരെ ദൂരെ മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം BJPയോട് കൂടുതൽ ഒരു കൂറ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹിന്ദു വോട്ട് കൂടുതലായിട്ട് BJPയിലേക്ക് വരുന്നുണ്ട്. ഈ ഹിന്ദു വോട്ട് കൂടുതൽ സമാഹരിക്കാനാണ് പിണറായിയും CPM ഇപ്പോൾ കിടന്ന് നെട്ടോട്ടം ഓടുന്നത്. അതിനുവേണ്ടിയാണ്, ഈഴവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് മലപ്പുറത്തിനെതിരെ ആഞ്ഞടിപ്പിച്ചതും. പിന്നീട് ശിവഗിരിയിൽ പോയി സനാതനധർമ്മ വിവാദം ഉണ്ടാക്കിയത് മുതൽ പിണറായി വിജയൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഈ പറയുന്നത് പോലെ ഈഴവ വോട്ട് CPMന് നഷ്ടപ്പെടാതെ നോക്കാൻ ആരെയും തലയും മുറുക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് ഇരിക്കുകയാണ്. പക്ഷേ ഇത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ ചെന്നില്ലേ, NSS ആസ്ഥാനത്ത് ചെന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ചെല്ലുന്തോറും ഇപ്പോൾ VD സതീശൻ ഇവിടെ ഒക്കെ ചെല്ലുന്നുണ്ടോ? VD സതീശൻ പൊതുവെ NSSുമായിട്ടൊരു അകൽച്ചയിലാണ്. അദ്ദേഹത്തിന് ഈ സുകുമാരൻ നായർ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോടൊരു ഒരു അപ്രിയമുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവിടെയാണ് ഇനി പ്രശ്നമാകാൻ പോകുന്നത്. UDFന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്നതിൽ സുകുമാരൻ നായർക്ക് വലിയ പങ്കുണ്ടാകും. സണ്ണി ജോസഫായിട്ട് ഈ വക കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെന്നിത്തല നായർക്ക് തന്നെ കൊടുക്കണമെന്ന് പറയേണ്ടി വരും. കാരണം ഇടയ്ക്കത് സുകുമാരൻ നായർ അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ സാറ് ശ്രദ്ധിച്ചില്ലേ, അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ചെന്നിത്തലയ്ക്ക് വേണ്ടി NSSും SNDPയും സംസാരിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയും ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട്. പക്ഷേ വെള്ളാപ്പള്ളി ഇവർ രണ്ടുപേരും VD സതീശനെതിരാണ്. വാസ്തവം. അതെനിക്ക് തോന്നുന്നു അവരുടെ പോയി തിണനിറങ്ങാത്തത് കൊണ്ടായിരിക്കാം എന്നും തോന്നുന്നു. കാരണം VD സതീശനെ അങ്ങനെ കാണുന്നില്ല. അല്ല, സ്ഥാനത്തും അസ്ഥാനത്തും അവരെ കുത്തും കോളും വെച്ച് സതീശൻ വിമർശിക്കുന്നുണ്ട് എന്നൊരു അടക്കം പറച്ചിൽ കോൺഗ്രസിനകത്തും പുറത്തുമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ
കഴിഞ്ഞു, തീർന്നു. അതെ, അദ്ദേഹത്തിൻ്റെ സമയം കഴിയുകയാണ്. വയസ്സ് 10-70 ആകുന്നെന്ന് തോന്നുന്നല്ലേ? 65 മേളിൽ എന്തായാലും ഉണ്ടെന്നാണ്. അപ്പോൾ 26-ലായില്ല, പിന്നെ ഇനി എപ്പോഴും 31-ലൊക്കെ എത്തുമ്പോഴത്തേക്ക് വയസ്സ് 70 കഴിയും. അപ്പം ഈ 2026 UDF അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് പറയാറായിട്ടില്ല. പിന്നെ അഥവാ അധികാരത്തിൽ വരികയാണെങ്കിൽ ചെന്നിത്തലയ്ക്ക് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ 2026 ചെന്നിത്തല അതിപ്രധാനമായ തീരുമാനം എടുക്കുകയും ചെയ്യും. അത് ഉറപ്പായ കാര്യമാണ്. കാരണം ഇപ്പം BJP-യിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടിരിക്കുകയാണ്, ചെന്നിത്തലയ്ക്ക് കയറി ചെല്ലാം. പത്മജ പോയില്ലേ? നമ്മൾ പിന്നെയും പറയാറുണ്ട്, ഇടയ്ക്കൊക്കെ ആരെങ്കിലും ചിലരൊക്കെ ഉണ്ട് കോൺഗ്രസിലെ പ്രഗത്ഭന്മാർ പോകുമെന്ന് പറയുന്നത്. സുധാകരൻ വരെ പോകുമെന്ന് പറയുന്നുണ്ട്, അവിടെ മുരളീധരൻ പോകുമെന്ന് പറയുന്നുണ്ട്. അതൊന്നും പൊയ്ക്കൂടായികയില്ല, സംഭവിക്കാം. കാരണം അവ എന്തായാലും 26-ലെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നതിൽ സുകുമാരൻ നായർ എന്തായാലും നല്ല പങ്ക് വഹിക്കുമെന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ KC വേണുഗോപാലിനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ സുകുമാരൻ നായരുടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ വളരെ തന്ത്രപൂർവ്വമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം സണ്ണി ജോസഫിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ക്രൈസ്തവ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ, BJP-യിലേക്ക് പോയത് തിരിച്ചു പിടിക്കാൻ, ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ, പോയതൊന്നും തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തണ്ട. കാരണം ഇവരുടെ ഈ ലീഗിൻ്റെ ഭരണമാണ് UDF പ്രശ്നമായി തീരുന്നത്. എനിക്ക് തോന്നുന്നു സുകുമാരൻ നായർ ആ വിഷയവും കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യും. സുകുമാരൻ നായർക്ക് അക്കാര്യത്തിൽ അതൃപ്തിയില്ല ലീഗിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൽ. തീർച്ചയായിട്ടും. കാരണം 26-ൽ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ലീഗ് മുമ്പ് 5 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അടുത്തത് വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 5-ൽ നിന്ന് 6-ലേക്ക് പോകും ഇവരൊക്കെ നോക്കിയോ, സീറ്റ് വിഭജനം നടത്തുമ്പോൾ 6 മാത്രമല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം പ്ലസ് ഉപമുഖ്യമന്ത്രി. ഇവര് പിന്നെ ഇപ്പൊ സീറ്റ് വിഭജനത്തിൽ തന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? കൂടുതൽ സീറ്റുകൾ ചോദിക്കും. ഇപ്പൊ അവർ വേറൊരു ത്യാഗം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടി ജോസ് കെ മാണിക്ക് കൊടുത്തുകൊണ്ട് ജോസ് കെ മാണി ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള. കാരണം അങ്ങനെയൊക്കെ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഭരണം കിട്ടുകയുള്ളൂ എന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ലീഗ് അതിനുവേണ്ടി കുറെ അധ്വാനിക്കും. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കുന്നത് ലീഗാണ്. കാരണം അവർക്ക് അധ്വാനിച്ചിട്ട് കാര്യം നേടണം. കോൺഗ്രസ്സുകാരൻ അതല്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കുന്നത് ചിലർ എന്ന് പൂന്താനം ജാനപ്പാനയിൽ പറഞ്ഞു വെച്ചത് ഈ കോൺഗ്രസ്സുകാരെ കണ്ടിട്ട് തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. കവികളൊക്കെ ദീർഘദർശികളാണെന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇവർ സീറ്റ് കൂടുതൽ ചോദിക്കുകയും ഇതിനൊക്കെ വഴങ്ങിക്കൊടുക്കും കോൺഗ്രസ്. അതെ, കോൺഗ്രസിന് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ലീഗിന് സീറ്റ് കൂടുതൽ കൊടുത്താൽ എന്താ, കേരള കോൺഗ്രസിനെ അവിടെ നിന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്താ എന്നൊന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചു പിടിക്കണം. ഇപ്പോൾ കാരണം കോൺഗ്രസിനും UDF-ലെ മറ്റു കക്ഷികൾക്കും അധികാരമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതെ, ഈ ആ വഴങ്ങിക്കൊടുക്കുന്നതിനെ ആയിരിക്കും ഇനി മിക്കവാറും സുകുമാരൻ നായർ ഇവിടെ ചോദ്യം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ലീഗ് അത്രത്തോളം അപ്രമാദിത്വം. 5ാം മന്ത്രി വിവാദത്തിൽ നമ്മളത് കണ്ടതാണല്ലോ. ആദ്യത്തെ വെടി പൊട്ടിച്ചത് സുകുമാരൻ നായർ. ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. തൊട്ടുപുറകെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒപ്പം തോളോട് തോൾ അന്ന് ചേർന്നത് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. നമ്മളന്ന് അവർ വീണ്ടും ഒരുമിക്കുന്ന കാഴ്ച, കുറേ കാലത്തേക്കെങ്കിലും അവർ ഒരുമിച്ച് നിൽക്കുകയും വലിയ വെല്ലുവിളി നടത്തുകയും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അവർ രണ്ടുപേർക്കും അക്കാര്യത്തിൽ പങ്കുണ്ട്. അപ്പോൾ എന്തായാലും അതിനകത്ത് സുകുമാരൻ നായർ ഒരു നിർണായക ഘടകമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.